blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യമേ തന്നെ ഇന്ന് പലർ ചേർന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അവർക്കെല്ലാം വേണ്ടി അകമഴിഞ്ഞ് സ്നേഹത്തോടെ നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഛത്തീസ്ഗഡിൽ നിന്നുള്ള നിജിൻ എബ്രഹാമിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങളാലും തന്നെ നിറയ്ക്കണമേ കർത്താവെ. നിജിൻ്റെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ, ആരോഗ്യത്താൽ അങ്ങ് അനുഗ്രഹിക്കണമേ, നല്ലൊരു ഫ്യൂച്ചർ കർത്താവെ തനിക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, വടക്കഞ്ചേരിയിൽ നിന്നുള്ള വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ആരോഗ്യം നൽകണമേ, ലിവർ പ്രോബ്ലത്തിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചാലക്കുടിയിൽ നിന്നുള്ള സിനി ജോണിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ ആൻ ലിൻഡയ്ക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണിൻ്റെ മുകളിലുള്ള ആ വൈറ്റ് സ്പോട്ട് യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി മാഞ്ഞു പോകട്ടെ. പൂർണ്ണ സൗഖ്യ കർത്താവെ അങ്ങ് നൽകുന്നതിനാൽ നന്ദി പറയുന്നു. എറണാകുളത്തു നിന്നുള്ള ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രോപ്പർട്ടിയുടെ ഇഷ്യൂവിൽ കർത്താവെ വളരെ ഫേവറബിളായി അനുകൂലമായ ന്യായമുള്ള ഒരു വിധി ഉണ്ടാകേണ്ടതിനു വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഡോംബിവിലിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. 2 മക്കളുടെയും വിദ്യാഭ്യാസത്തെ അതുപോലെ ഭാവിയെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പള്ളുരുത്തിൽ നിന്നുള്ള ജോസഫിനും കുടുംബത്തിനുമായി ഈ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി നൽകണമേ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. 2 പെൺമക്കളെയും കർത്താവെ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തലമുറകളെ നൽകി അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ടയത്ത് നിന്നുള്ള കിരൺ സി ജോസിന് വേണ്ടിയും ലിസിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭവനം നൽകണമേ, കുഞ്ഞുങ്ങളെ നൽകി ആ ദമ്പതികളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓരോ സ്പോൺസറെ അങ്ങ് കരം വെച്ച് അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ്. മിറക്കിൾസ് ടുഡേ കൊണ്ട് കുത്തി നിറച്ചിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഈ എപ്പിസോഡ്. തുടർന്ന് പലരുടെ ജീവിതത്തിൽ, പല സ്ഥലങ്ങളിൽ, പല കുടുംബങ്ങളിൽ, വ്യക്തികളിൽ യേശു കർത്താവ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ, പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടികൾ, കണ്ണുനീരിന് കർത്താവ് കൊടുത്ത പ്രതിഫലം, വിശ്വാസത്തിന് കർത്താവ് കൊടുത്ത സമ്മാനം, ഇതൊക്കെ തുടർന്ന് കാണാനും കേൾക്കാനും പോവുകയാണ്. ഗെറ്റ് റെഡി ഫോർ യുവർ മിറക്കിൾ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും മഹാത്ഭുതങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാരണം നമ്മുടെ കർത്താവ് മുഖപക്ഷം ഇല്ലാത്ത ദൈവമാണ്. തുടർന്നുള്ള മിറക്കിൾസ് ടുഡേ സാക്ഷ്യങ്ങളിലേക്ക് ഈ സമയത്ത് നമുക്ക് പോകാം. ആൻറ്റിയുടെ പേര് ഫിലോമിന ആൻ്റണി എന്നാണ്. കൂനമാവ് നിന്നാണ് വരുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഈ ആൻറ്റിക്ക് തലവേദനയുടെ രോഗം ഉണ്ടായിരുന്നു. 30 വർഷമായിട്ട് തലവേദനയുടെ രോഗമായിരുന്നു. ആയുർവേദം എടുത്തു, മാറിയില്ല. പിന്നെ ഹോമിയോ ചെയ്തു, അതിലും കുറവുണ്ടായിരുന്നില്ല. അതിനുശേഷമായിരുന്നു ഇംഗ്ലീഷ് ട്രീറ്റ്മെൻറ്റിൽ പോയത്. കഴിഞ്ഞ നാൾ വരേക്കും ഇംഗ്ലീഷ് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യാതൊരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 6 മാസം മുൻപ് ഡോക്ടർ പറഞ്ഞു,
ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ തലയുടെ നെറുകഭാഗത്തായിട്ട് നടുവിലായിട്ട് പഴുപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സർജറി ചെയ്തിട്ട് ആ പഴുപ്പിനെ നീക്കിക്കളയണമെന്ന് പറഞ്ഞു. വല്ലാത്തൊരു ഭാരമായി. അതിനുശേഷമായിരുന്നു ആൻറ്റി ഇവിടെ വന്നു ദേവദാസിൻ്റെ കീഴിൽ പ്രാർത്ഥിച്ചു. അന്ന് ദേവദാസൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ രോഗം എന്നേക്കുമായിട്ട് യേശു എടുത്ത് മാറ്റുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ ആൻറ്റി പറഞ്ഞ വെച്ചാൽ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. തലവേദന ഇല്ലാതിരുന്നപ്പോഴും ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ അടുത്ത് വിവരം പറഞ്ഞു, എൻ്റെ തലവേദന ഇപ്പോൾ ഇല്ല, ഇനി സർജറിയുടെ ആവശ്യമുണ്ടോ എന്ന് നോക്കി. ഡോക്ടർ പറഞ്ഞു തലവേദന ഇല്ലാതിരിക്കാൻ വഴിയില്ലല്ലോ, കാരണം ആദ്യത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ തലവേദനയുടെ സിംറ്റം കണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞു വീണ്ടും സ്കാൻ ചെയ്യാൻ പറഞ്ഞു. വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യത്തെ സിംറ്റമിൻ്റെ അല്പം പോലും ഒന്നുപോലും അവിടെ ഇല്ല. പൂർണ്ണമായിട്ടും ഈ രോഗം മാറിപ്പോയിരുന്നു. എത്ര പേർ ചേർന്നൊരു വലിയ ഹല്ലേലൂയ പറയാം. ഈ ബ്രദർ പറഞ്ഞെല്ലാം ശരിയാണോ? എല്ലാം ശരിയാണ്. ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എത്ര നാളായിട്ട് ഇത് മാറിപ്പോയി? ഇപ്പൊ 6 മാസത്തിലധികമായി. 6 മാസത്തിലധികമായി ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഓപ്പറേഷനുകളെ മാറ്റുന്ന കർത്താവ് ഇന്നും ജീവിക്കുകയാണ്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയാ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും ദാനങ്ങളും നന്മകളും ചൊരിഞ്ഞ് അങ്ങ് മാനിക്കണമേ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആൻറ്റിയുടെ പേര് ഏലിക്കുട്ടി എന്നാണ്. ഈ ആൻറ്റിക്ക് ഏകദേശം 20 വർഷത്തോളം ഉണ്ടായിരുന്ന തൻ്റെ മുട്ടിൻ്റെ വേദനയാണ് കർത്താവ് സെക്കൻഡ് കൊണ്ട് കർത്താവ് എടുത്തു മാറ്റിയത്. ആൻറ്റിക്ക് 20 വർഷമായിട്ട് മുട്ടിന് വല്ലാതെ വേദനയായിരുന്നു. താൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ഒത്തിരി മരുന്നുകൾ കഴിച്ചു. ആൻറ്റിക്ക് അതുമൂലം തനിക്ക് ശരിയായ രീതിയിൽ വീട്ടുജോലിയോ കുനിഞ്ഞ് കാലും മടക്കി ഇരിക്കാനോ ഒന്നും സാധിച്ചില്ല. വർഷങ്ങളോളം താൻ ആ വേദനയുമായി നടന്നു. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു അതിന് മുട്ടിൻ്റെ ചിരട്ട രണ്ടും മാറ്റിവെക്കേണ്ടി വരും, അതിന് ഒത്തിരി ചിലവാകും, എന്നാൽ ചെയ്താൽ മാത്രമേ ഇതിന് തൽക്കാലം ഒരു ആശ്വാസം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ആൻറ്റി അത് കേട്ടപ്പോൾ വല്ലാതെ വിഷമിച്ചു. എന്നാൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടു തുടങ്ങുന്നത്. നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം വർഷങ്ങളായി കാണുന്ന ഒരു ആൻറ്റിയാണ്. വർഷങ്ങളായി കണ്ട് അതിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും കർത്താവ് സൗഖ്യം തരുമെന്ന വിശ്വാസത്തോടെ താൻ എല്ലാ ദിവസവും ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നു. സംഭവിച്ചത് എന്തെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 3-ാം തീയതി നമ്മൾ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഡാമിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് ബ്രദർ ഇങ്ങനെ ശുശ്രൂഷയുടെ ഇടയിൽ വിളിച്ചു പറഞ്ഞു, 2 മുട്ടിനും തേയ്മാനമുള്ള ഒരു വ്യക്തി ഈ സമയത്ത് കർത്താവ് തൊടുകയാണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഓപ്പറേഷൻ വേണം എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കിയാണെന്ന് പറഞ്ഞ സമയത്ത് കാൽമുട്ടിലുള്ള ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽമുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളിൽ സൗഖ്യം നടക്കുകയാണ്. ഇൻ ജീസസ് നെയിം. ആ സമയത്ത് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് തനിക്ക് തോന്നിയത് തൻ്റെ ഉള്ളിലേക്ക് വലിയൊരു സന്തോഷം. അതുവരെ നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ബ്രദർ ആ സമയത്ത് അത് പ്രാർത്ഥിച്ചതിന് ശേഷം തൻ്റെ ഉള്ളിലേക്ക് വലിയ ഒരു ദൈവിക സമാധാനം വന്നതിന് ശേഷം താൻ വല്ലാതെ സന്തോഷിക്കാൻ തുടങ്ങി. എന്നെ യേശു കർത്താവ് സൗഖ്യമാക്കിയിരിക്കുകയാണെന്നുള്ള ആ ഒരു വലിയ സന്തോഷം തൻ്റെ ഉള്ളിലേക്ക് കയറുകയും ആ സമയത്ത് താൻ ചെയ്ത് അവിടെ നിന്ന് എഴുന്നേൽക്കുകയും പിന്നീട് താൻ ദിവസങ്ങൾ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തനിക്ക് ആ 2 മുട്ടിനും തനിക്ക് വേദനയില്ല. ഏകദേശം 20 വർഷത്തോളം തനിക്ക് ആ മുട്ടിന് വേദനയുണ്ടായിരുന്നു. എന്നാൽ ഏപ്രിൽ 3-ാം തീയതി ബ്രദർ ഡാമിയൻ TV പ്രോഗ്രാമിലൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആ സമയത്ത് 2 മുട്ടിന് തേയ്മാനമില്ല. ഇപ്പോൾ ആൻറ്റി കുറച്ച് ദിവസങ്ങളായി താൻ മരുന്നൊന്നും ഏകദേശം 20 ദിവസത്തോളമായി സൗഖ്യം തൻ്റെ ശരീരത്തിൽ താൻ അനുഭവിക്കുന്നു. അതിനുശേഷം താൻ അതിനു വേണ്ടിയുള്ള മരുന്നൊന്നും കഴിച്ചിട്ടില്ല. തൻ്റെ മുട്ടിന് വേദന ഇതുവരെ വന്നിട്ടില്ല. ഈ സഹോദരിക്ക് കുറച്ച് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ സഹോദരിക്ക് ഛർദിൽ ആരംഭിച്ചു. ഈ സഹോദരി ഹോസ്പിറ്റലിൽ അതിൻ്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞ സമയത്ത് ആദ്യം തന്നെ അവർ ചെയ്തത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ യൂറിൻ്റെ കൂടെ ബ്ലഡിൻ്റെ അംശം കൂടെ കണ്ടുപിടിച്ചു. ഈ ബ്ലഡ് കൂടെ കണ്ടുപിടിച്ചപ്പോൾ അവരുടൻ തന്നെ ഡോക്ടേഴ്സ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് റെഫർ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ യൂട്രസിനകത്ത് ഒത്തിരി മുഴകൾ, അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ച സമയത്ത് ഡോക്ടർ ചെയ്തത് കിഡ്നി സ്റ്റോണിനുള്ള മരുന്ന് കൊടുത്തു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ, കുറച്ച് ആഴ്ചകളോട് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ സ്കാൻ ചെയ്യണം. ആ സമയത്ത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ മുഴയ്ക്ക് വളർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു.
ആ സഹോദരി അത് കേട്ടത് വളരെ വിഷമത്തോടു കൂടിയാണ്. കാരണം ഒരു കുഞ്ഞേ ഉള്ളൂ അവർക്ക്. യൂട്രസ് നഷ്ടപ്പെട്ടാൽ, ഈ ഒരു ചെറിയ പ്രായത്തിൽ യൂട്രസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അതിൻ്റെ വിഷമം വളരെയധികം മനസ്സിലാകും. അവർ ചെയ്തത്, ഈ സഹോദരി ഉടനെ തന്നെ ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈനിലേക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈനിലെ ആ ഒരു നമ്പർ നിങ്ങൾക്കൊരു പക്ഷേ അറിയാൻ പറ്റും. 0484 4222 111, ഒരു ഫാൻസി നമ്പറാണ്. സഹോദരി അവിടെ വിളിച്ച് പ്രാർത്ഥിച്ച സമയത്ത് സഹോദരി പറഞ്ഞു, മുഴയ്ക്ക് വളർച്ചയുണ്ടെങ്കിൽ എൻ്റെ യൂട്രസ് എടുത്ത് കളയും. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഹോദരി ഇപ്രകാരം പറഞ്ഞു, അതൊന്നും ഇടയാകില്ല, കർത്താവ് അത് പൂർണ്ണമായും മാറ്റും. ഈ സഹോദരി അതുപോലെ തന്നെ വിശ്വസിച്ചു. TV പ്രോഗ്രാമിലൂടെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ക്ഷമ സിസ്റ്ററായിരുന്നു കുറേ അധികം ആഴ്ചകൾ TV-യിലൂടെ പ്രാർത്ഥനയൊക്കെ ചെയ്തു വന്നിരുന്നത്. ആ ഒരു പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ഷമ സിസ്റ്റർ പരിശുദ്ധന്മാവിൽ നിറഞ്ഞ് പറഞ്ഞു, യൂട്രസ് മുഴയുള്ള ഒരു വ്യക്തിയെ, ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം കർത്താവ് ഈ സഹോദരിയെ സൗഖ്യമാക്കി. അതിനോട് അടുത്ത ദിവസങ്ങളിൽ ഈ സഹോദരി സ്കാനിങ്ങിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ മുഴയ്ക്ക് വളർച്ചയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് സ്കാനിങ്ങിന് വേണ്ടി ചെന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുഴ അവിടെ ഇല്ല. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാമോ? അത് മാത്രമല്ല, കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. കിഡ്നി സ്റ്റോണും സൗഖ്യമായി, മുഴയും സൗഖ്യമായി. ആ യൂറിനുള്ളിൽ ബ്ലഡിൻ്റെ അംശവുമില്ല. കർത്താവ് പരിപൂർണ സൗഖ്യം കർത്താവ് നൽകി. ആ സമയത്ത് ഡോക്ടേഴ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സഹോദരിയുടെ ഉള്ളിൽ എന്താ സഹോദരിക്ക് തോന്നിയത്? ഭയങ്കര വിഷമമായിരുന്നു. ഒരു മോളേ ഉള്ളു. അങ്ങനെ ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ്, നിന്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയേണ്ട, അങ്ങ് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാവുന്നതാണ്. ഞാനങ്ങനെ പ്രയർ കോൾ സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞു. എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു, എന്തായാലും എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം എനിക്ക് ഓരോ ദിവസവും കരുതുന്ന ദൈവം എനിക്കറിയാം. നാളെ എന്നെ കരുതുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. ആ പ്രാർത്ഥനയിൽ കൂടി ഞാൻ ഓരോരുത്തരും മക്കളോടും പറയുകയാണ്, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നമ്മുടെ ദൈവം നമുക്ക് തരും. ഈ ഡോക്ടർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പല അസുഖങ്ങൾ ഒരേ ശരീര അവയവത്തിന് വന്നു കഴിഞ്ഞാൽ അവർ പറയും, ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഒരു രോഗം മാറിയതിന് ശേഷം അടുത്തത് ചെയ്യാമെന്നൊക്കെ സാധാരണ അവർ പറയുന്നത്. പക്ഷെ കർത്താവിന് അങ്ങനെയുള്ള ഈ ഒത്തിരി മാസങ്ങൾ എടുത്തിട്ടുള്ള ടെക്നോളജി ഒന്നും കർത്താവിന് അറിയില്ല. കർത്താവിൻ്റെ പരിപാടി അപ്പം തന്നെ സൗഖ്യമാക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളിൽ രോഗികൾ ഉണ്ടെങ്കിൽ കർത്താവിന് അത് സൗഖ്യമാക്കാൻ ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ കർത്താവിൻ്റെ ഒരൊറ്റ സ്പർശനം മതി. ഇന്ന് ഈ യൂട്രസിനോട് ബന്ധപ്പെട്ട് ഏതെങ്കിലും സഹോദരിമാർ ഇവിടെ രോഗികളായിട്ട്, യൂട്രസിനോട് ബന്ധപ്പെട്ട് ഇവിടെ രോഗികളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളൊന്ന് ഉയർത്തി കാണിക്കാമോ? ഇന്ന് ഈ നിമിഷം കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകും. സഹോദരിയുടെ കൈകളൊന്ന് അവർ നേരെ ഒന്ന് നീട്ടിയേ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ആ യൂട്രസിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി സംഭവിക്കട്ടെ. ഈ നിമിഷം അതിന് മേലൊരു സൗഖ്യം കർത്താവ് കൽപ്പിച്ചിരിക്കാൻ നന്ദി. അങ്ങയുടെ വചനം പറയുന്ന പോലെ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ആ നിമിഷം അവർ സൗഖ്യമാകുമല്ലോ. ഞങ്ങൾക്കറിയാം 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കുരിശിൽ അങ്ങ് പിടഞ്ഞ് മരിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും രോഗം വഹിച്ചുകൊണ്ടാണ് മരിച്ചത്. ഇന്ന് ഈ ഹോളിനകത്തിരിക്കുന്ന ഈ സഹോദരിമാരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഒരു സൗഖ്യം സംഭവിക്കട്ടെ. അത്ഭുതം സംഭവിച്ചിരിക്കാൻ നന്ദി കർത്താവേ. അവരുടെ ശരീരത്തിനകത്ത് ദൈവിക അത്ഭുതങ്ങൾ നടന്നിരിക്കാൻ നന്ദി കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ പരിശുദ്ധാത്മ പ്രവൃത്തി ചോദിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ ദൈവമേ അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങൾ സാക്ഷ്യത്തോടു കൂടി കേൾക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ യേശു ജീവിക്കുന്നു. ഞങ്ങളുടെ യേശു അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇവിടെ എന്താണ് സംഭവിച്ചത് ബ്രദർ? ഈ സഹോദരിയുടെ പേര് ശോഭന എന്നാണ്. ഇവർ തൃശ്ശൂർ മണ്ണൂത്തിയിൽ നിന്നാണ് വരുന്നത്. ഈ സഹോദരിയുടെ മകളാണ് നിൽക്കുന്നത്. 3 ആഴ്ച മുമ്പ് ഈ സഹോദരിയുടെ നട്ടല് തളർന്നു പോയിട്ട്, കാരണം നട്ടലിൻ്റെ ഇടയിലുള്ള ഞരമ്പ് ജാമായിട്ട് ശരീരം മുഴുവനും തളർന്ന് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡായി. ആ സമയത്ത് നമ്മുടെ ഒരു ശുശ്രൂഷകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്ത കാരണം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇവർ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഡോക്ടർ ഈ സഹോദരിയോട് പറഞ്ഞു, മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അമ്മയുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. അമ്മ ഇനി എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല. അമ്മ എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല. അമ്മയുടെ അരയ്ക്ക് താഴെ വെച്ച് തളർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കാരണം ഈ നട്ടലിൻ്റെ ഇടയിലൂടെ പോകുന്ന ആ വെയിൻസിന് ജാം ആയതുകൊണ്ടിട്ട് ഇനി അമ്മയ്ക്ക് നീർ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 2 മാസമെങ്കിലും ഈ ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് പറഞ്ഞു. അവിടെ ഇത് കേട്ടുകൊണ്ടിരുന്ന കണ്ണൻ തിരിഞ്ഞു നിന്ന് ഇവരോട് പറഞ്ഞു, യേശുവിൽ വിശ്വസിച്ചാൽ
യേശു നിങ്ങൾക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞു. ഇവരന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കഥ കേൾക്കുന്നത് തന്നെ. ഇവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കാം, ഞങ്ങൾക്ക് സൗഖ്യം കിട്ടുമെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഉടനെ കണ്ണൻ അവിടെ നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പ്രേയർ ടവറിലേക്ക് വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരു സഹോദരൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഡോക്ടർ പറഞ്ഞാൽ ഡോക്ടറിന് തന്നെ ഒരു അത്ഭുതം തോന്നുന്ന വിധത്തിൽ പിറ്റേ ദിവസം മുതൽ ഈ സഹോദരിയുടെ കാലുകളിലേക്ക് ബ്ലഡ് പാസ് ചെയ്യാനും വിരലുകൾ അനക്കുവാനും തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തൊക്കെയോ വ്യത്യാസങ്ങൾ നടക്കുന്നുണ്ട്, 2 മാസം കിടക്കണമെന്ന ഡോക്ടർ പറഞ്ഞു. എങ്കിലും കാര്യമായ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഏതായാലും ഇമ്പ്രൂവ്മെന്റ് കാണുന്നു, ഒറ്റ ദിവസം കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് കാണുന്നു പറഞ്ഞു. ഏതാനും ദിവസങ്ങൾ മാത്രം ഹോസ്പിറ്റലിൽ കിടന്നു വയ്ക്കും. ഈ സഹോദരിക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ കർത്താവ് സഹായിച്ചു. ഉടനെ ഡോക്ടർ പറഞ്ഞു ഇനി ഇവിടെ കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിൽ പൊക്കോളൂ, റെഗുലർ എക്സസൈസ് മാത്രം മതി എന്ന് പറഞ്ഞു. ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഡോക്ടർ ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം മുതൽ ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി, ഞാൻ അടിവെച്ച് നടക്കാൻ തുടങ്ങി. ഇന്ന് ആരുടെയും സഹായമില്ലാതെ മണ്ണൂത്തിയിൽ നിന്ന് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുവാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ മുഴുവനും നടന്നു തന്നെയായി സഹോദരിയുടെ വന്നത്. പ്രൈസ് ഗോഡ്. ഇന്ന് ആദ്യമായിട്ടാണോ നിങ്ങൾ ഇവിടെ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് തളർന്നു കിടന്ന സാഹചര്യത്തിൽ കർത്താവ് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് നടത്തി, കർത്താവ് തന്നെ ഇവിടെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. എത്ര പേർ കൈകൾ നീട്ടി ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഈ സഹോദരിക്ക് വേണ്ടി നാം കൈകൾ നീട്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ കിടപ്പ് രോഗികളായി നിൽക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ വാർത്ത, സദ്വാർത്തയാണ്. ഇന്ന് നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള സമയമാണ്. ഇപ്പോൾ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ തന്നെ ചാടി എഴുന്നേൽക്കുക. യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ കാലുകളിൽ, നിങ്ങളുടെ കൈകളിൽ, നിങ്ങളുടെ നട്ടലിൻ്റെ മേൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കുക. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള അനുഗ്രഹങ്ങളെ പകർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ അമ്മച്ചിയുടെ പേര് മേരിക്കുട്ടി എന്നാണ്. കൊട്ടാരക്കരയാണ് അമ്മച്ചിയുടെ സ്വദേശം. അമ്മച്ചിക്ക് 2 വർഷത്തിന് മുൻപ് യൂട്രസിൻ്റെ ഒരു ഓപ്പറേഷൻ ചെയ്ത് യൂട്രസ് എടുത്തു കളഞ്ഞു. അതിനുശേഷം അമ്മച്ചിക്ക് വയറിൻ്റെ ഒരു ഭാഗത്ത് വീക്കം വന്നു. അപ്പോൾ ഈ ഒരു വയറിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വലിയതായിട്ട് വീർത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അമ്മച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അമ്മച്ചി പറയുന്നത് അമ്മച്ചിക്ക് ജോലിയൊന്നും ഒത്തിരി നല്ല രീതിയിലൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല, അതുപോലെ ഇരിക്കാൻ പറ്റില്ല. ഇരിക്കണമെങ്കിൽ അമ്മച്ചി ചെയ്യുന്നത് വയറിൻ്റെ ഈ ഭാഗം ഇങ്ങോട്ട് പിടിച്ച് മാറ്റി ഈ ഒരു വശത്തേക്ക് വെച്ചിട്ട് മാത്രമേ അമ്മച്ചിക്ക് ഇരിക്കാൻ പറ്റുള്ളായിരുന്നു. അതുപോലെ ഏകദേശം ഒരു 1.5 വർഷത്തോളം അമ്മച്ചി ഈ ഒരു പ്രശ്നം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടി. ഇടയ്ക്കിടയ്ക്ക് വേദന വരും, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളെല്ലാം അമ്മച്ചി അനുഭവിച്ചിരുന്നു. അമ്മച്ചിക്ക് കഴിഞ്ഞ 6 മാസത്തിന് മുൻപ് തിരുവല്ലയിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഈ അമ്മച്ചി വന്നിരുന്നു. ഇതുപോലെ നടന്ന ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലാണ് തിരുവല്ലയിൽ. പ്രാർത്ഥനയുടെ സമയത്ത് ഡാമിൻ ബ്രദർ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു, വയറിനകത്തെ പ്രശ്നങ്ങൾ യേശു സൗഖ്യമാക്കുന്നു എന്ന്. അത് പറഞ്ഞ ആ നിമിഷം ദൈവത്തിൻ്റെ ആ ശക്തി തൻ്റെ ശരീരത്തിലേക്ക് പ്രവഹിച്ചു. അന്ന് താൻ സൗഖ്യമായി. അത്രയും ദിവസം തനിക്ക് ഇരിക്കണമെങ്കിൽ ഈ വയറെല്ലാം ഒരു വശത്തേക്ക് മാറ്റിവെച്ച് വേദനയും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് താൻ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്ന അന്ന് തുടങ്ങി വീട്ടിലെ ജോലിയെല്ലാം ചെയ്യാൻ പറ്റി. ഇരിക്കണേന് യാതൊരു പ്രശ്നവും ഇല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കാൻ യാതൊരു പ്രശ്നവും അമ്മച്ചി? ഒരു പ്രശ്നവും ഇല്ല. ഹല്ലേലൂയ. ശബ്ദത്തിലൊരു ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ രോഗമാകാം. ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കൈകൾ വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകും. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. ബൈബിൾ പറയുന്നു, ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടൻ, അവൻ യേശുവേ എന്നെ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞ സമയത്ത് ആളുകളൊക്കെ കൂടി വന്നിട്ട് പറഞ്ഞു, ഒച്ച വെക്കരുത്, ഗുരുവിന് ഒത്തിരി തിരക്കുകളൊക്കെ ഉണ്ട്, നീ ഒച്ച വെക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഈ ബർത്തിമായി ചെയ്ത് എന്താണെന്നറിയാമോ? അവൻ ഏറ്റവും ശബ്ദത്തിൽ ഉറക്കെ പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര. ആ വിളി കേട്ടിട്ട് ബൈബിൾ പറയുക, സകല ലോകത്തെയും ചലിപ്പിക്കുന്ന കർത്താവ് അവിടെ നിന്നു, തിരിഞ്ഞു, അവനെ തൊട്ടു, സുഖപ്പെടുത്തി. ഹല്ലേലൂയ. നിമിഷം യേശുവേ അങ്ങ് ഈ ജനത്തെ സൗഖ്യമാക്കി. നിമിഷം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ശബ്ദത്തിൽ ആമേൻ.
ഇന്ന് നിങ്ങൾ കണ്ട കേട്ട ആ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നിങ്ങളുടെ അകത്തൊരു വലിയ വിശ്വാസത്തെ ഉളവാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ദൈവത്തിന് സമയമുണ്ട്. ദൈവം തൻ്റെ സമയത്താണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. യേശു ഭൂമിയിലേക്ക് വന്നതുപോലെ കാലസമ്പൂർണത വന്നപ്പോൾ എന്ന് വ്യക്തമായി ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം തൻ്റെ സമയത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഉള്ളിൽ ഉറച്ച് ഒരു ദിവസം വൈകിയാലും ഒരല്പം വൈകിയാലും കർത്താവ് അനുഗ്രഹിക്കും. പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവെ, മാസങ്ങളായി കണ്ണുനീരിലായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്നുള്ള ചില ഷോക്ക് ചിലർക്കുണ്ടായ നിമിത്തം മാനസിക നില തന്നെ തെറ്റിപ്പോയ ചിലർ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പൂർവ്വസ്ഥിതിയിലേക്ക് അവർ മടങ്ങി വരട്ടെ. എന്തോ വലിയ ആഘാതം ജീവിതത്തിലുണ്ടായി, ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ പോയി മാനസിക നില തെറ്റിയ ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് മടക്കി വരുത്തുകയാണ്. ലെറ്റ് ദം കം ബാക്ക് ടു ദിയർ സെൻസസ് ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് സുബോധം ഉണ്ടാകട്ടെ. മാനസിക നില തെറ്റിയത് നോർമലായി മാറട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി അവർക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ത്രോട്ടിലുള്ള ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ബ്ലഡ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലങ് ക്യാൻസർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാം തീർന്നു എന്ന് വെച്ചിരിക്കുന്ന ചില വ്യക്തികൾ, ഇനി ജീവിതം മുന്നോട്ടില്ല. കർത്താവ് ബൈബിളിൽ പഴയ നിയമത്തിൽ ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ആയുസ്സിനെ 15 വർഷം ദീർഘമാക്കി എന്ന് വായിക്കുന്നത് പോലെ കർത്താവ് ചിലരുടെ ആയുസ്സിനെ ദീർഘമാക്കിയാണ്. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ പൈൽസ് രോഗമുള്ളവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പുകവലി ശീലം, അതുപോലെ മദ്യപാന ശീലം, അതിൽ നിന്ന് വിട്ടുപോരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്കായി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനാവശ്യമായ ബ്ലീഡിങ്ങും യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ട്യൂമറുകൾ മാറിപ്പോകട്ടെ, അലർജികൾ മാറിപ്പോകട്ടെ, എക്സ്ട്രാ ഗ്രോത്തുകൾ മാറിപ്പോകട്ടെ, ഹോർമോണൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, അപൂർവ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ്, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയും. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഇപ്പോൾ തന്നെ കൈനീട്ടി വിശ്വസിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത കർത്താവ് കുഞ്ഞുങ്ങളെ നൽകുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഈ വെള്ളിയാഴ്ച ചെന്നൈയിലും ശനിയാഴ്ച ബാംഗ്ലൂരിലുമാണ്. ഇത് രണ്ടിലേക്കും എല്ലാവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കർത്താവ് ചെയ്തു എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. പ്ലീസ് ഡു കം. ലീവ് എടുത്താലും വരണം, ദൂരെയാണെങ്കിലും വരണം. ഒരൊറ്റ ദിവസം കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളെ 2 കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ബ്ലെസ്സിങ് ടുഡേ ആരാധനാ ഗീതങ്ങൾ. 1000-ലധികം ആരാധന ഗീതങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലുമുള്ള സോങ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഓരോ അവസരങ്ങളിലും പാടേണ്ട പാട്ടുകൾ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ അവസരങ്ങളിൽ വായിക്കേണ്ട വചനഭാഗങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒത്തിരി അനുഗ്രഹമാക്കും. അതോടൊപ്പം തന്നെ ബ്ലെസ്സിങ് സെൻറ്ററിലെ ക്വയർ ആലപിച്ചിട്ടുള്ള 55ഓളം ലൈവ് വർഷിപ്പ് സോങ്സ് അടങ്ങിയ MP3 ഫോമാറ്റിലുള്ള CD-യും ഇതോട് ചേർന്ന് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ഇതിലൂടെ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് പറയുക, അവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. God bless you.
ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏത് രാജാവ് മരിച്ചപ്പോഴാണ് യെശയ്യാവിന് ദൈവദർശനമുണ്ടായത്? The year in which the king died, Isaiah also saw the vision. Options: A. Uzziah, B. Ahaz, C. Rezin, D. Remaliah. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM Books ആണ്.